Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala ashraf rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനതകളിൽ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സഹസുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹവും മഹത്വവും ആക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ വിധിയെഴുതിയ സർവശക്തനെ ആദ്യമായി തന്നെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനും കോടി നക്ഷത്രങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ മുമ്പിൽ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന മനുഷ്യർ ആദ്യ നബി മുതൽ സർവ്വ നബിമാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷാവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതമാക്കുന്നു. അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നാം ഓരോരുത്തരെയും ബാധ്യതയാണ്. അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, ലൗലാക വഹലകത്തിൽ ആയിലാ, നബിയെ അങ്ങ് ഇല്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്ത് സൃഷ്ടിപ്പിന്റെ പോലും കാരണമല്ലായിരുന്നു എന്നാണ്. ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും പിന്നെ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിപ്പിന്റെ പോലും കാരണമാണ് ആ തിരുസല്ലങ്ങൾ മാത്രമാണ്. സഹോദരങ്ങളെ, അറബി മണൽ പിറപ്പിൽ കത്തുന്ന സൂര്യന്റെ മുമ്പിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അള്ളാഹുവിനെ സമർപ്പിച്ച ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ നാം ഓരോരുത്തർ നബിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്ത് ഉള്ളത്? തിരുനബിയോട് സ്വഹാബികൾക്കുണ്ടായ സ്നേഹത്തിന് അതിരില്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ശരീര കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരികളുടെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ തങ്ങളിപ്പുകളായി ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രമേൽ തിരുനബി സല്ലല്ലാഹു ജീവിതം കൊണ്ട് ധന്യമാക്കപ്പെട്ടവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബികൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വഹാബികൾക്ക് അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു വികാരനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണനിക്ക് വേണ്ടത് പോലെ ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബി സത്തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബികൾ. പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.